എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ. സരസ്വതി സരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്നും ടീച്ചർ വിശ്വസിക്കുന്നു. ഇവിടെ പാലക്കാട് ഇന്ന് മഴ കുറവാണ്. രാവിലെ ഒരു ചാറിയതേ ഉള്ളൂ. മൊത്തത്തിൽ കേരളത്തിൽ എല്ലായിടത്തും ഇന്ന് മഴ ഇല്ലായിരുന്നു എന്നാണ് തോന്നുന്നത് അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇന്ന് 4 മണിക്ക് ടീച്ചർ ഒരു ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗതമായിട്ട് നമ്മൾ കഴിച്ചു വരുന്ന നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിൻ്റെ ഒരു പുനർജനി. അതായത് 4 മണിക്ക് എണ്ണപ്പലഹാരങ്ങളൊക്കെ കാട്ടിലും നല്ലത് ആവിയിൽ പുഴുങ്ങുന്ന പലഹാരങ്ങളാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരു പലഹാരം ആവിയിൽ പുഴുങ്ങിയെടുക്കാം അല്ലേ? വരും. ഇത് ചെറുപഴം ഉണ്ടോ? ഒരു 2, 4, 5 ചെറുപഴമുണ്ട്. 1 മുറി നേന്ത്രപ്പഴമുണ്ട്. ഇത് എത്രേ പാടുള്ളൂ, ഒരുപാടായ ചളമാവും. നിങ്ങൾക്ക് ഏകദേശം ഒരു ബോധ്യം വന്നു കാണും ടീച്ചർ ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നല്ലേ. അപ്പോൾ 5 ചെറുപഴമുണ്ട്, 1 മുറി നേന്ത്രപ്പഴമുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ഇടയിലുള്ള ബൗളിലേക്ക് ഒന്നിടാം. ആദ്യം നമുക്ക് കുറച്ച് നാളികേരം, ഇതിന് ഏലക്കയും ഒന്നും വേണ്ട. ഇതിന് ജീരകവും നാളികേരവും മതിക്കാം. നാളികേരം നമുക്ക് ഇതിലോട്ട് ഇടാം. നമുക്ക് ഈ പഴം ഒന്ന് അരിഞ്ഞിടാം കേട്ടോ. വളരെ വിശിഷ്ടമായ ഒരു പലഹാരമാണ്. ഞാനതൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ നാളികേരത്തിൻ്റെ കൂടെ 1 മുറി നേന്ത്രപ്പഴം ഇട്ടു. ഒരു 5 ചെറുപഴം വളരെ ചെറുതാണ്, അല്ലെങ്കിൽ ഒരു 2 എണ്ണം മതി. ചെറുപഴം പറഞ്ഞ ഇത് തന്നെ, ചെറുപഴം വളരെ ചെറുത്. കണ്ട് ഇതിൽ നമുക്ക് 2 എണ്ണം മതി. ഇതിപ്പം നമുക്ക് 4 എണ്ണം ഇടാം കേട്ടോ. വളരെ 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 നല്ലൊരു പലഹാരമാണ് ഇത് കേട്ടോ. മതി. ഈ പഴം ഉണ്ടെങ്കിലും ഇത്തിരി മധുരം വേണ്ടേ, അതിനൊരല്പം വെല്ലപ്പാവ് ഒഴിക്കാം. ആദ്യം കയ്യൊന്ന് വരും. വെല്ലം ഒന്ന് നിങ്ങൾ അതുപോലെ എടുത്തിട്ട് കളയരുത് കേട്ടോ. കാരണം മണ്ണ് ഒരുപാട് ഈ വെല്ലത്തിലൊക്കെ ഉണ്ട്. വെല്ലത്തിൽ മണ്ണ് ഒരുപാടുണ്ട്. അത് കാരണം നിങ്ങൾ ആരും വെല്ലം ഒന്നും അങ്ങനെ ഇടരുത്. വെല്ലം അരിച്ച് നോക്കൂ. വെല്ലം അരിച്ച് വെച്ചിരിക്കുന്നതാണ്, മണ്ണൊന്നും ഇല്ലാതെ. നിറച്ചുണ്ടായിരുന്നു. ഓരോ ദിവസവും ഓരോന്നും ഉണ്ടാക്കി. പിന്നെ അന്ന് ചക്ക വരട്ടാൻ കുറേ എടുത്തു. ഇതിലേക്ക് നമ്മൾ ഒഴിക്കാം. കുറച്ച് മതി, ഇതിന് മധുരം ഉണ്ടല്ലോ, മതി. നിങ്ങളുടെ മധുരം അനുസരിച്ച്, നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഓരോന്ന് കൂട്ടിക്കണം കേട്ടോ. ഇനി ഒരല്പം ജീരകം കൊടുക്കട്ടെ. ഞാൻ ഓരോന്ന് എടുക്കുമ്പോൾ ചടോ പുടോ ശബ്ദം കേൾക്കാൻ അറിയാം. എൻ്റെ കൈക്കൊന്നും ഒരു ബലമില്ല. ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ എല്ലാം താഴെ വീഴും. അതുകൊണ്ടാണ്. ജീരകം, കുറച്ച് ജീരകം. ഇനി ഇത് വെള്ളമൊന്നും വേണ്ട കേട്ടോ. ഇതൊന്ന് അരച്ചെടുക്കട്ടെ.
ഇതിലൂടെ നാളികേരം അരഞ്ഞിട്ട്, നാളികേരം ഒരുപാട് അരയണ്ട കേട്ടോ, ഇതൊന്നും ഒരുപാട് അരയണ്ട, മതി മതി മതി. ഇതാണ് പരിവ. ഇനി വെള്ളമേ വേണ്ട കേട്ടോ. ഇതാ ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, ഈ കപ്പിന് 1 കപ്പ്. പിന്നെ കുറച്ച് അരിപ്പൊടി, വളരെ കുറച്ച് മതി അരിപ്പൊടി, കുറച്ച്. നൈസ് പൊടി അല്ല കേട്ടോ, പുട്ടിൻ്റെ പൊടിയാണ്. ഇതാ ഇത് ഞാൻ നനച്ച് വെച്ചിരിക്കുന്നതാണ്. മതി മതി, ഇത് മതി. എടുത്ത് വയ്ക്കട്ടെ. ഇനി ഒരല്പം ഉപ്പ്, മധുരം അല്ല മധുരമാണെങ്കിൽ പോലും ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇത്തിരി ഉപ്പ് മതി. ഇനി നമ്മൾ ഈ പഴത്തിനെ അടിച്ചു വച്ചിരിക്കുന്ന പഴവും ജീരകവും നാളികേരം കൂടെ അടിച്ചു വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഈ അരിയിലും ഗോതമ്പ് പൊടിയിലേക്കും ആക്കാം. ഇനി ഇത് നമുക്ക് ഒന്ന് കുഴച്ചിട്ട് ഇതിനകത്തേക്ക് ഒരല്പം കോറപ്പൊടിയും കൂടെ ചേർക്കണം. ഇത് കൂടുതൽ ന്യൂട്രീഷ്യസ് ആക്കാനാണ് കേട്ടോ. ഒരല്പം കോറപ്പൊടി. പഴം അരയാതുണ്ടെങ്കിൽ അതിനെ കൈകൊണ്ടൊന്ന് ഞെരിടണം കേട്ടോ. ഒരല്പം കോറപ്പൊടി എടുത്തോണ്ട് വരട്ടെ. ഇതിപ്പം 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയുണ്ട്, 3/4 ഗ്ലാസ് അരിപ്പൊടിയുണ്ട്, 1 കൈക്ക് 1 കൈ ഇത് മതി. കോറപ്പൊടി, റാഗി പൗഡർ, വീറ്റ് പൗഡർ, വീറ്റ് ഫ്ലോർ, റൈസ് പൗഡർ, തരിയുള്ള റൈസ് പൗഡർ, റാഗി പൗഡർ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കഴിക്കണം. നാളികേരമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം, ഉരുട്ടി വയ്ക്കാൻ പാകത്തിൽ. ഇപ്പം മനസ്സിലായില്ല എന്താണെന്ന്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണെന്ന്? ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് ചൂടുവെള്ളത്തിൽ ഒന്നും കുഴക്കണ്ട കേട്ടോ. വളരെ രുചികരമാണ്, ഡെലീഷ്യസ് ആണ്, വളരെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉണർത്തുന്ന ഒരു പലഹാരം. ഈ സമയത്ത് നമ്മൾ നമ്മുടെ അമ്മയെ നമ്മുടെ അമ്മൂമ്മയെ ഒക്കെ നമ്മൾ ഓർക്കും അല്ലേ? അവരാണ് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അതിനിടയിൽ കൂടെ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒന്ന് വയ്ക്കട്ടെ, ഒന്ന് എളുപ്പമാകുമല്ലോ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചു, തട്ട് വെച്ചു, ഇനി ഒരു ഇല വയ്ക്കാം. ഇല വെച്ചു, ഇല വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ആദ്യം നമുക്ക് തീ കത്തിക്കാം, ഗ്യാസ് കത്തിക്കാം. ആള് കത്തി സൂക്ഷിക്കണേ കുഞ്ഞുങ്ങളെ, ഇതൊക്കെ നിങ്ങൾ ഇത് ഈ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് ഞാനൊരു
ഒരിത്തിരി അരിപ്പൊടി കൂടി ഇടാം. എന്താണെന്നറിയാമോ? വെള്ളപ്പാവ് ഒഴിച്ചപ്പോൾ അത് വെള്ളപ്പാവ് ഇട്ടേക്കാം അല്ലേ? വെള്ളപ്പാവ് ഒഴിച്ചപ്പോൾ ഇത്തിരി വെള്ളമായി. വെള്ളപ്പാവ് ഒഴിക്കേണ്ട ആവശ്യമില്ല. പഴത്തിന് നല്ല മധുരമുണ്ട് കേട്ടോ. നല്ലൊരു പലഹാരം ഇത് കേട്ടോ. ഇതിനകത്ത് ഗോതമ്പ് പൊടിയുണ്ട്, റാഗിപ്പൊടിയുണ്ട്, അരിപ്പൊടിയുണ്ട്. അപ്പോൾ ഇത് റാഗി ഗോതമ്പും മെയിനായിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാം. ഡയബറ്റിക്കാർക്കൊക്കെ കഴിക്കാമല്ലോ അല്ലേ? ഇനിയും ആ തേങ്ങ അങ്ങ് അരഞ്ഞു പോയില്ലേ? തേങ്ങ മിക്സിയിൽ നമ്മൾ അരച്ചില്ലേ? അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചേരട്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരിത്തിരി തിരുമ്മി വെച്ചിരിക്കുന്ന ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടിടാം. ഇടയ്ക്കൊന്ന് കഴിക്കുമ്പോൾ കുറച്ചൊന്ന് കടിക്കാൻ. ഇതിൽ അരച്ചിട്ടുണ്ട് കൂടാതാണ് കേട്ടോ. ഇടയ്ക്കൊന്ന് കടിക്കാൻ. ഇരിക്കട്ടെ, എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ. നോക്കട്ടെ എങ്ങനെ. ഇത് പച്ചയോട് കഴിക്കാൻ തോന്നും, അത്ര രുചികരം. ഇനി ഇതില് കുറച്ച് വെള്ളം എടുക്കണം. കയ്യിൽ തൊട്ടിട്ട് ഊരിട്ട വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഇനി ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി ഇത് നമുക്ക് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. കൈ നനയ്ക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ പാകം. ഒന്ന്, ഒരുപാട് വലുതാക്കരുത് കേട്ടോ. രണ്ട്, എൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട്. എൻ്റെ മോള് മീൻസ് നമ്മുടെ അടുത്ത വീട്ടിലെ കുട്ടി. എൻ്റെ കൂടെ ഫോട്ടോ വീഡിയോയിലൊക്കെ 2-3 പ്രാവശ്യം നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ മക്കളും മരുമക്കളും ആരും ഇതുവരെ മുഖം കാണിച്ചിട്ടില്ല. അവർക്കൊന്നും ഇഷ്ടമില്ല. നമ്മളെന്തിനാ ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിക്കുന്നത്? ആദ്യമൊക്കെ ഇത് ചെയ്യാൻ പോയി സമ്മതിച്ചിരിക്കും. അതെങ്കിലും സമ്മതിക്കുന്നുണ്ടോ? അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ശിൽവി സന്ദീപ് തൊട്ട് മുമ്പിലത്തെ ലത പോയിട്ട് വന്ന കുട്ടി. ലത താമസിച്ച അവർ പുതിയ വീട് വെച്ചപ്പോൾ ലത പോയല്ലോ. ഈ കുട്ടി പോലീസ് ഓഫീസറാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ? RPF സ്പെഷ്യൽ ഫോഴ്സ്. അപ്പോൾ അവൾക്ക് ബംഗാളിലൊരു ട്രെയിനിങ് ആയിരുന്നു, അതിന് പോയിരിക്കുകയായിരുന്നു. ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവൾക്കും കൊടുക്കാൻ ഞങ്ങൾ 2 പേർക്ക് എത്ര തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ കുട്ടികൾക്കും കൊടുക്കും. മുമ്പ് ലതയുള്ളപ്പോൾ ലത പറയാമോ? ആൻറ്റിയുടെ എല്ലാ പരീക്ഷണവും എൻ്റെ മേലാണ്, ലതയുടെ മേലാണെന്ന് അവൾ പറയും. ഇതിപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം ആരെങ്കിലും വന്നപ്പോൾ പറഞ്ഞു ആൻറ്റിയുടെ പരീക്ഷണങ്ങളൊക്കെ ഞാൻ ഇതാക്കുന്നു. അപ്പോൾ 4 എണ്ണം
5 നമുക്ക്, 4 അവർക്ക് പിള്ളേർക്കും, 9 ഉണ്ടാക്കാം. ഇത് 2, 4, 5 ആയി. ഇനി 4 5 കൂടി മതി. അവർ ചെറുപ്പക്കാർ കുട്ടികളല്ലേ, അവർ ചിലപ്പോൾ ഏറെ കഴിക്കും. ഇത് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത് വീട്ടിൽ പ്രായമായവർക്കും ഡയബറ്റിക് ഉള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ഫ്രണ്ട്സ് വന്നാൽ അവർക്ക് കൊടുക്കാം, ഫ്രണ്ട്സ് വന്നാൽ അവർക്കും കൊടുക്കാം. ഇനി കൈ കൊണ്ട് ശ്രദ്ധിക്കണം, എന്തറിയാം, ആവി വന്നു തുടങ്ങി. പിന്നെ നമ്മുടെ ആരൊക്കെ അന്നേരം വരുന്നു അവർക്കൊക്കെ കൊടുക്കാം അല്ലേ. ആയി 2 കൂടെ അങ്ങ് ഉണ്ടാക്കാം അല്ലേ. ഗോതമ്പും റാഗിയുമാണ് കൂടുതൽ കേട്ടോ, അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട. മതി. ഇത്ര മാവുണ്ടത് എടുത്തു വയ്ക്കാം, ഒരുപാടായ ചിലവാകില്ല. കൈ കഴിവട്ടെ. ഇത് അടച്ചു വയ്ക്കട്ടെ. സ്റ്റീലിൻ്റെ ഇടത്തട്ടുണ്ട്. അത് കുട്ടികളൊക്കെ ഉണ്ടായിരുന്ന കാലത്തെയാണ്. വലുത് 25 ഇഡലി ഒന്നിച്ചുണ്ടാക്കാവുന്ന, അതിനകത്ത് വെച്ച് വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ഇത്തിരി പോരെ, അതുകൊണ്ടാണ് ഈ പാത്രത്തിൽ, സ്റ്റൈലൊന്നും ഇല്ലാത്ത പാത്രത്തിൽ വയ്ക്കുന്നത്. ഇനി എനിക്കൊക്കെ എന്ത് സ്റ്റൈലാണ് കുട്ടികളെ. നല്ല നല്ല പുതിയ പുതിയ പാത്രമൊക്കെ വേണേ മേടിക്കാം. ഇതൊക്കെ ഏതോ കാലത്തെ പാത്രം, അന്ന് കുക്കാൻ സെർവൊന്നും പറഞ്ഞ് മേടിച്ചതൊന്നും എടുക്കുന്ന ഇത്ര വലിയ പാത്രം ഞങ്ങൾക്ക് വേണ്ടല്ലോ. ഇതിൻ്റെ നീലയുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്. 3 തരം കുക്കാൻ സെർവ് ആ കാലത്ത് അതൊരു പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോഴൊന്നും അല്ല, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പുള്ളതാ കേട്ടോ. അപ്പം എനിക്ക് പിന്നെ എളുപ്പമാണല്ലോ, 100 പാത്രം വേണ്ടല്ലോ എന്നും പറഞ്ഞ കുട്ടികൾ, അന്ന് കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളല്ലേ. അമ്മ അങ്ങനെ ഒരു സംഭവമുണ്ട്, നമുക്കത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് മേടിപ്പിച്ചതാണ്. അടുക്കള പഴയ അടുക്കളയല്ലേ, ഞങ്ങളുടെ കാലം വരെ ഇതൊക്കെ മതിയെന്ന് വേണ്ടിയിരുന്നു. ഇപ്പോൾ പിള്ളേർ പറയുന്നുണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി. എന്തോ അവർ ചെയ്യട്ടെ. മോഡുലാർ കിച്ചൺ അതുണ്ടാക്കണം. ഞങ്ങൾക്ക് വേണ്ടോ വേണ്ട, ഞങ്ങളിനി വളരെ കുറച്ചേ കാണുള്ളൂ അല്ലേ. ഞങ്ങൾ അത്രയും പ്രായമായതല്ലേ അച്ഛനും ഞാനും. അപ്പം അതൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് വെറുതെ എന്തിനാണ്? പിള്ളേരാരും ഇവിടെ താമസിക്കില്ല, അവർക്കൊക്കെ വീടുണ്ട്, അതെല്ലാം അവിടെ. അപ്പോൾ ഇതിങ്ങനെ കൂട്ടിക്കിടക്കേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ പരിസരത്തുള്ള പല വീടുകളും നേരത്തെ വലിയ വലിയ തറവാടും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ജീവിച്ച വീടുകളൊക്കെ ഇപ്പം വെറുതെ കൂട്ടിക്കിടക്കുക. അവർ എപ്പോഴെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരിക്കൽ വന്ന് ആരെയും വിളിച്ചൊന്ന് വൃത്തിയാക്കും പോകും. അതുതന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. പിന്നെ എന്തിനാണ് വെറുതെ ഇത് അത്ര 3 ലക്ഷമൊക്കെ വേണം മോഡുലാർ കിച്ചനാക്കാൻ? എന്ത് കാര്യത്തിന്? അത് നിന്ന് ചെയ്യേണ്ട ഞാൻ തന്നെയാണല്ലോ. പിന്നെ ഇതിനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഗോതമ്പും റാഗിയൊക്കെ ഇല്ലേ, വേവില്ലേ. അരി മാത്രമാണെങ്കിൽ 5 മിനിറ്റ് മതി. ഒരു 20 മിനിറ്റ് വേണം ഇത് വേകാൻ. ഇതെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആറിക്കഴിയുമ്പോൾ കഴിക്കാം. അപ്പോൾ ഇന്ന് ഒരു ട്രഡീഷണലായിട്ടുള്ള വളരെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഉള്ള ഒരു കൊഴുക്കട്ടയാണ്
നമ്മളുണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ? ഇനി ഇപ്പം ഇത് വേകാനൊക്കെ നിന്ന വീഡിയോ ഒരുപാട് നീണ്ടുപോകും. ഞാൻ വെന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് തമ്മിൽ കൊടുക്കാം. എനിക്കല്ല എഡിറ്റ് ചെയ്യാമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ എഡിറ്റ് ചെയ്യുക ആദ്യം അവസാനമാകും, അവസാനം നടുവിലാവും, ഇങ്ങനെയൊക്കെയാണ്. അറിയില്ലേ, തന്നെത്താൻ ഓരോന്ന് ഒപ്പിക്കുന്നതല്ലേ. ഇനി 2 ഗ്ലാസ് കട്ടൻ ചായ കുടിക്കും. ചിലപ്പോൾ ആ കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ അവർക്കും കുടിക്കും. നമുക്ക് നമ്മുടെ കുട്ടികൾ അടുത്തില്ലാത്തതുകൊണ്ട് അവരൊരു സന്തോഷം. ഇവിടെയൊക്കെ ബാക്കിയെല്ലാം ഞങ്ങളെപ്പോലുള്ള പ്രായമായവരല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതൊന്നും പേടിക്കാനില്ല. കാരണം ഓരോ മതിലും വീടാണ്. മിക്കയിടത്തും ആരെങ്കിലും വന്നാൽ അറിയുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അത് കാരണം അതൊക്കെ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. അതങ്ങനെ അവിടെ കിടന്ന് വേഗട്ടെ. ഇല്ല, അപ്പോൾ ആദ്യം ഞാൻ ഒന്നുകൂടെ പറയാം കേട്ടോ. ആദ്യം ഒരു 5 ചെറുപഴം, 1 മുറി നേന്ത്രപ്പഴം, നല്ല പഴുത്തതായിരിക്കണം കേട്ടോ. അതിനെ കുറച്ച് നാളികേരവും ഇത്തിരി ജീരകവും ഒരൽപ്പം വെല്ലപ്പാവും. ഇത് ഇത്തിരി ജ്യൂസായത് എന്താ അറിയോ? വെല്ലപ്പാവ് ഒഴിച്ചുകൊണ്ടാണ്. വെല്ലം ഇടുകയാണെങ്കിൽ ആ പ്രശ്നമില്ല. എനിക്ക് വെല്ലം ഇട്ടാൽ മണ്ണൊക്കെ അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ അരച്ചിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി, ഈ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് അരിപ്പൊടി, റാഗി 1 കപ്പ് റാഗിപ്പൊടി, ഇത്രയും സാധനങ്ങളും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ അരച്ച വെല്ലപ്പാവും പഴവും ജീരകവും ഒക്കെ കൂടെ അതെല്ലാം കൂടെ നാളികേരമൊക്കെ കൂടെ അതെല്ലാം കൂടി ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ഇത്തിരി ഉപ്പിട്ടു. മധുരത്തെ ഒന്ന് ലഘൂകരിക്കാനാണ് ഉപ്പിടുന്നത്. ഇത്തിരി ഉപ്പിട്ടു. എന്നിട്ട് അതെല്ലാം കൂടെ കുഴച്ചു. അതിനുശേഷം 1 പിടി നാളികേരം കൂടെ വെതറി. മറ്റേ നാളികേരം അരഞ്ഞില്ലേ, അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് കടിക്കാൻ കൊഴുക്കട്ടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് നാളികേരം കടിക്കുന്ന രുചിയാണ്. അതെല്ലാം കൂടെ കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇഡലി പാത്രത്തിൻ്റെ അപ്പച്ചെമ്പ് ഇഡലി പാത്രത്തിൻ്റെ അകത്തട്ടി ഒരു ഇല വെച്ചിട്ട് ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെച്ച് ഇതിനെ വെള്ളം ആവി വന്നു കഴിഞ്ഞാൽ കേട്ടോ, ഇത് പാകത്തിനുള്ള വെള്ളം അപ്പച്ചെമ്പിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. അത് വെച്ചിട്ടാണല്ലോ ഞാൻ ഇത് ചെയ്യാൻ നിന്നത്. അപ്പോൾ ഇതപ്പോൾ ആവി നല്ലോണം പോകുന്നു. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഇതാകും. ഞാനൊന്ന് നോക്കട്ടെ എന്താ അവസ്ഥയെന്ന്. സൂപ്പറായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് വെന്തിട്ട് വേണം എടുത്ത് മുറിച്ചത് ഒന്ന് കഴിച്ചു നോക്കാൻ. ഇത്തിരി നേരം കൂടി ഇരിക്കട്ടെ. ഇത് അതിലോട്ട് കാണുന്നില്ല മക്കളെ. ഇവിടെ വെച്ചാൽ കാണുന്നുണ്ട്. കാണില്ല. എനിക്ക് അങ്ങനെ ഒന്ന് കാണിക്കാനും പറഞ്ഞില്ല. ഇത് ഒരുപാട് നീക്കാൻ പേടി. എന്നറിയോ, യാതൊരു കാരണവശാലും നിങ്ങൾ ഗ്യാസടുപ്പിൻ്റെ അടുത്തേക്ക്, കത്തുന്ന ഗ്യാസടുപ്പിൻ്റെ അടുത്തേക്ക് യാതൊരു കാരണവശാലും നിങ്ങൾ പിന്നെ മൊബൈല് കൊണ്ടുവരാൻ പാടില്ല. പല കുട്ടികളും മൊബൈൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. വളരെ ഡേഞ്ചറസാണ്. ഒരു സ്റ്റാൻഡിന് 10,000-2,000 രൂപയെ വരെയുള്ളൂ. എൻ്റെ ഇപ്പം 3 സ്റ്റാൻഡ് താഴെ ഉണ്ട് കൂട്ടി. ആദ്യം ചെറിയ സ്റ്റാൻഡ് പാകമായിരുന്നു കേട്ടോ. അത് ഇങ്ങനെ മൈക്ക് ഇങ്ങനെ വയറിന് നീളമുള്ളത് അതും വലിച്ചുകൊണ്ട് ഞാൻ നടക്കും. അപ്പോൾ അത് മറിഞ്ഞ് താഴെ അങ്ങനെ കുറേ പ്രാവശ്യം വീണപ്പോൾ അത് പൊട്ടി. പിന്നെ ഒന്ന് മേടിച്ചാൽ അത് അതിലും വരും. അപ്പം പിന്നെ ഓൺലൈനായിട്ട് മരുമോള് ഞാൻ പറഞ്ഞ എല്ലാവർക്കും നല്ല സഹായമൊക്കെ ഉണ്ട്.
എനിക്ക് മാത്രം ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമമായി. അപ്പോൾ മേടിച്ച് ഓൺലൈനായിട്ട് അയച്ചു തന്നു. ഇത് വലുത്, പക്ഷെ ഒരുപാട് വലുത് ആദ്യം വെച്ചിരിക്കുക. അപ്പോൾ ഇത് ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ. ഇനിയും 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇത് ആകും കേട്ടോ. വെറും 5 മിനിറ്റ് ഇതാകും. എഡിറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ കുഴയ്ക്കുന്നത് ഒന്ന്, ഉരുട്ടുന്നതെന്ന്, വെക്കുന്നതെന്ന് അങ്ങനെയൊക്കെ എടുക്കാം അല്ലേ? അറിയില്ല. അറിയില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പരിശ്രമിച്ച് നോക്കും, ശരിയാവില്ല. നമുക്ക് ക്യാമറാമാനും എഡിറ്റ് ചെയ്യുന്ന ആളും ഫോട്ടോഗ്രാഫറും ഒന്നും ഇല്ലല്ലോ, എല്ലാം ഞാൻ തന്നെയല്ലേ. എൻ്റെ കാലത്ത് ഞാൻ എപ്പോഴും പറഞ്ഞു, ഒരു ടെക്നോളജിയുടെ ഒരു ഡെവലപ്മെൻറ്റ്സും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ജനിച്ചതും ജീവിച്ചതും വളർന്നതും. അപ്പോൾ അത് കാരണം ഞാൻ ഒരെണ്ണം എടുത്ത് നിങ്ങളെ കാണിക്കാം, ഒരെണ്ണം. അല്ലെങ്കിൽ ചില ദോഷയിലെ ദുഃഖങ്ങൾ പറയാം, അപ്പോൾ കുളമായി, അത് കാരണമാണ് കാണിക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കാം. വെന്ത് കേട്ടോ. ആ പഴത്തിൻ്റെ, നാളികേരത്തിൻ്റെ, വെള്ളത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു മണം വരുന്നു. നല്ല അസല് കൊഴുക്കട്ട കേട്ടോ, സൂപ്പർ കൊഴുക്കട്ട. നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൊഴുക്കട്ട നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കസിൻസൊക്കെ പറയുന്നത്, കസിൻ സിസ്റ്റേഴ്സൊക്കെ പറയുന്നത് എന്നെ കൊഴുക്കട്ട സ്പെഷ്യലിസ്റ്റ് എന്നാണ്. പലതരം കൊഴുക്കട്ട ഞാൻ ഉണ്ടാക്കും. ഗോതമ്പ് പൊടി തന്നെ കൊണ്ടുണ്ടാക്കും, കോറ തന്നെ കൊണ്ടുണ്ടാക്കും, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുണ്ടാക്കും. പിന്നെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കും, പിന്നെ അരി നൈസ് പൊടി കൊണ്ടുണ്ടാക്കും. വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കും. ഞാൻ ആദ്യമായിട്ട് എനിക്കിതേക്കുറിച്ച് ഒന്നും അറിയാതെ ഒരു വീഡിയോ ഇട്ടത് കൊഴുക്കട്ട ഉണ്ടാക്കിയാണ്. ഒരുപാട് പേരത് കണ്ടു. എനിക്കിതെന്തോ ആ വീഡിയോ എടുക്കുക ഒന്നും അറിയില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. പിന്നെ നോക്കുമ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല. അങ്ങനെ ട്രയൽ നടത്തി നോക്കിയതാ, ഇത് കിട്ടുമോ പോകുമോ എന്നൊക്കെ. അന്ന് ഞാനും ഇങ്ങനൊക്കെ പിടിച്ചോണ്ടാ ചെയ്തത്. അല്ല പിടിച്ചോണ്ടല്ല, ഇവിടെ കൊഴുക്കട്ട ഉണ്ടാക്കിയതിരുന്നു. അതിങ്ങനെ 4 മണിക്കൊക്കെ ഉണ്ടാക്കിയതിരുന്നു, അതിനെങ്ങനെ കാണിച്ചു. അത് ഒരുപാട് പേര് കണ്ടു. നല്ല അസൽ നാടൻ വെറൈറ്റി കൊഴുക്കട്ട. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ പുതിയ പിന്നെ പാചക പരീക്ഷണമല്ല ഞാൻ ചെയ്യാറുള്ളത് തന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരീവ്. യോഗാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തെല്ലാവരും സുഖമായിരിക്കട്ടെ. എല്ലാവർക്കും ഒരു ശുഭ സായാഹ്നം നേരുന്നു. താങ്ക് യു സോ മച്ച്.